അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാപികളുടെ ആലംബവും പീഡിതരുടെ ആശ്വാസവുമായ കർത്താവേ, അലസതയിൽ നിന്ന് ഞങ്ങളെ ഉണർത്തുകയും ശ്രദ്ധാപൂർവം അങ്ങേ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവിന് പുതിയ കീർത്തനം പാടുവിൻ. ലോകമെല്ലാം കർത്താവിനെ സ്തുതിക്കട്ടെ. സകലത്തിന്റെയും രക്ഷകനായ മിശിഹായേ, നിന്റെ ആഗമനം വാഴ്ത്തപ്പെട്ടതാകുന്നു. എന്തുകൊണ്ടെന്നാൽ മാലാഖമാരോടുകൂടെ നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളെ നീ യോഗ്യനാക്കി. നിങ്ങൾ അവിടുത്തെ പ്രകീർത്തിക്കുകയും തിരുനാമം പുകഴ്ത്തുകയും ചെയ്യുവിൻ. അവിടുത്തെ സംരക്ഷണയെ പറ്റി എന്നുമെന്നും പ്രസംഗിക്കുവിൻ. വിജാതിയുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രചരിപ്പിക്കുവിൻ. ജനങ്ങളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത പ്രവൃത്തികളും. കർത്താവ് വലിയവനും സ്തുത്യർഹനും മറ്റു ദേവന്മാരെക്കാൾ ആരാധ്യനുമാകുന്നു. വിജാതിയരുടെ ദേവന്മാർ വ്യാജമൂർത്തികളാണല്ലോ. കർത്താവ് ആകാശത്തിന്റെ സൃഷ്ടാവാകുന്നു. പ്രഭയും മഹത്വവും അവിടുത്തേതാകുന്നു. വിശുദ്ധ ഭവനത്തിൽ ബലവും പ്രകാശവുമുണ്ട്. വിജാതിയരെ കർത്താവിനെ വാഴ്ത്തുവിൻ. തിരുനാമത്തെ ബഹുമാനിക്കുവിൻ. കാഴ്ചകളുമായി കൊട്ടാരത്തിൽ പ്രവേശിച്ച് അവിടുത്തെ ആരാധിക്കുവിൻ. ലോകം മുഴുവൻ തിരുമുമ്പിൽ വരയ്ക്കട്ടെ. കർത്താവാണ് ഭരിക്കുന്നതെന്ന് വിജാതിയരോട് പറയുവിൻ. അവിടുന്ന് ഭൂമിയെ ഉറപ്പിച്ചു നിർത്തി ജനങ്ങളെ നീതിപൂർവം ഭരിക്കുന്നു. ആകാശവും ഭൂമിയും ആനന്ദിക്കട്ടെ. കടലും അതിലുള്ളവയും സന്തോഷിക്കട്ടെ. കരയും അതിലെ വിളവുകളും വനവും അതിലെ വൃക്ഷങ്ങളും കർത്താവിന്റെ മുമ്പിൽ ആഹ്ലാദിക്കട്ടെ. അവിടുന്ന് ലോകത്തെ നീതിപൂർവം ഭരിക്കും. വിജാതിയരെ വഴി പോലെ വിധിക്കുകയും ചെയ്യും. സകലത്തിന്റെയും രക്ഷകനായ മിശിഹായേ, നിന്റെ ആഗമനം വാഴ്ത്തപ്പെട്ടതാകുന്നു. എന്തുകൊണ്ടെന്നാൽ മാലാഖമാരോടുകൂടെ നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കി.
ഭൂമിയെല്ലാം ആനന്ദിക്കട്ടെ, തീരദേശങ്ങളിൽ സന്തോഷമുണ്ടാവട്ടെ. സഭയെ നിന്നെ നവീകരിക്കുകയും നിന്റെ താഴ്മയെ മഹത്വപ്പെടുത്തുകയും ചെയ്ത നാഥന് സ്തുതി പാടുക. അവൻ തന്റെ സ്വർഗാരോഹണത്താൽ ഏവരെയും ആനന്ദിപ്പിച്ചു. കറുത്തിരുണ്ട മേഘങ്ങൾ അവിടുത്തെ അകമ്പടി സേവിക്കുന്നു. അവിടുത്തെ സിംഹാസനം നീതിയും വിശുദ്ധിയുമാകുന്നു. തീജ്വാല അവിടുത്തെ വഴിതെളിക്കും, വൈരികളെ അത് ദഹിപ്പിക്കുകയും ചെയ്യും. ഇടിമിന്നൽ ലോകത്തെ പ്രകാശിപ്പിച്ചു, ഭൂമി അത് കണ്ടു വിതയ്ക്കുകയും ചെയ്തു. ലോകനാഥനായ ദൈവത്തിന്റെ മുമ്പിൽ മലകളെല്ലാം മെഴുകുപോലെ ഉരുകി വീണു. ആകാശം അവിടുത്തെ വിശുദ്ധി വിളിച്ചറിയിക്കുന്നു. വിജാതീയ മഹത്വത്തിന് സാക്ഷികളായി. വിഗ്രഹങ്ങളെയും ക്ഷുദ്രദേവരെയും സേവിക്കുന്നവർ ലജ്ജാഭരിതരായി തീരട്ടെ. ദൈവദൂതന്മാർ അവിടുത്തെ ആരാധിക്കട്ടെ. കർത്താവേ, അങ്ങേ ന്യായവിധികൾ കേട്ട് യൂദായുടെ പുത്രിമാർ ആനന്ദിക്കുകയും സിഹിയോൻ സന്തോഷിക്കുകയും ചെയ്യും. അങ്ങ് ഭൂമിയിൽ ഉന്നതനായ കർത്താവാകുന്നു. മറ്റു ദേവന്മാരെക്കാൾ ഉത്കൃഷ്ടനുമാകുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരെല്ലാം പാപകൃത്യങ്ങളെ വെറുക്കുന്നു. നല്ലവരെ അവിടുന്ന് കാത്തുകൊള്ളും. ദുഷ്ടരുടെ ഉപദ്രവത്തിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിക്കും. നീതിമാന്മാർക്കൊരു പ്രകാശം ഉദിച്ചു, പരമാർത്ഥ ഹൃദയർ സന്തോഷിച്ചു. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ, അവിടുത്തെ നാമം പ്രകീർത്തിക്കുവിൻ. സഭയെ നിന്നെ നവീകരിക്കുകയും നിന്റെ താഴ്മയെ മഹത്വപ്പെടുത്തുകയും ചെയ്ത നാഥന് സ്തുതി പാടുക. അവൻ തന്റെ സ്വർഗാരോഹണത്താൽ ഏവരെയും ആനന്ദിപ്പിച്ചു. കർത്താവിന് പുതിയ കീർത്തനം പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് അത്ഭുതകൃത്യങ്ങൾ ചെയ്യുന്നു. അവിടുത്തെ വലതുകൈ നമ്മെ രക്ഷിച്ചു. യോർദാനിൽ യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുവാൻ കനിഞ്ഞവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. അവിടുന്ന് വിജാതിയുടെ ഇടയിൽ തന്റെ നീതി വെളിപ്പെടുത്തി. ഇസ്രായേൽ ഗോത്രത്തോടുള്ള തന്റെ വിശ്വസ്തതയും കാരുണ്യവും അവിടുന്ന് അനുസ്മരിച്ചു. ദൈവത്തിന്റെ രക്ഷാകർമ്മത്തിന് ലോകമെല്ലാം സാക്ഷിയായി തീർന്നു. ലോകം മുഴുവൻ കർത്താവിനെ സ്തുതിക്കട്ടെ, ആനന്ദപൂർവ്വം അവിടുത്തെ പുകഴ്ത്തട്ടെ. വീണമീട്ടിയും പാട്ടുപാടിയും കർത്താവിനെ നിങ്ങൾ സ്തുതിക്കുവിൻ. കാഹളമൂതി കർത്താവിനെ പുകഴ്ത്തുവിൻ. ഭൂമിയും അതിലെ നിവാസികളും ഉണരട്ടെ, ആഴിയും അതിലെ വസ്തുക്കളും ചലിക്കട്ടെ. കാട്ടാറുകൾ കൈയടിക്കുകയും പർവ്വതങ്ങൾ പാട്ടുപാടുകയും ചെയ്യട്ടെ. കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു. അവിടുന്ന് ലോകത്തെ നീതിയായി ഭരിക്കും. വിജാതിയെ വിശ്വസ്തയോടെ വിധിക്കും. യോർദാനിൽ യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുവാൻ കനിഞ്ഞവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, പാപികളായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും അതിലങ്ങ് സംപ്രീതനാവുകയും ചെയ്യണമേ. അനന്തമായ അങ്ങേ അനുഗ്രഹത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ഇനി യോഗ്യനല്ല. വിണ്ണിൻ ഭാഗ്യം നൽകിയിടും ദത്തവകാശം നേടി ഞാൻ ജ്ഞാനസ്നാനജലം വഴിയായി. എന്നാൽ ഇന്നാധനമഖിലം ധൂർത്തനു തുല്യം ലോകത്തിൽ പാഴാക്കുകയാൽ ഇനിമേൽ നിൻ സുതരൻ എന്നെ വിളിക്കുവതാ. വിണ്ണിനെതിരായി ഞാൻ ഇളയിൽ തെറ്റിൽ വീണെന്നുഴലുകയാൽ കരുണ നിറഞ്ഞ പിതാവേ, നിൻ കൃപ എന്നിൽ നീ ചൊരിയണമേ. കർത്താവേ, നിന്റെ രാജ്യത്തിൽ എന്നെ ഓർക്കണമേ.
ഇനിയും പശ്ചാത്താപത്താൽ ഉരുകിത്തകരും ഹൃദയത്തിൽ കൃപ വർഷിക്കും കർത്താവേ. ഗാഗുൽത്തായിൽ കള്ളനു നീ നൽകിയ നിസ്തുല വാഗ്ദാനം അനുതാപികളിൽ ചൊരിയും നിൻ കൃപതൻ ആഴം വെളിവാക്കി. കണ്ണീരാണിൻ തൃപ്പാദം പാപിനിയൊരുവൾ കഴുകിയപ്പോൾ ഉൾത്താപത്താൽ ഞാനും നിൻ കഴലിണ കഴുകാൻ കനിയണമേ. കർത്താവിനെ സുഖപ്പെടുത്തണമേ. പാരം വിഗണിതരായെന്നും കുഷ്ഠം മൂലം വലയുന്നോ നാഥ നിന്നെ തേടിയപ്പോൾ പാപത്തിന്റെ കടത്താരൻ വ്രണഭംഗിന മാമാത്മാവിൻ മാലിന്യങ്ങൾ കഴുകാൻ നിൻ കൃപതൻ തെളിനീർ തേടുന്നേ. പണ്ടു ശതാധിപഭൃത്യനു നീ രോഗവിമോചനമേകിയപ്പോൾ നാഥാ നീ എൻ ആത്മാവിൻ രോഗമകറ്റാൻ കനിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഒരു നാൾ പശ്ചാത്താപത്താൽ പാപിനിയൊരുവൾ ബലമേറും പാപച്ചങ്ങല പൊട്ടിച്ചു ലോകസുഖാദികൾ നേടിയൊരാ കണ്ണുകൾ കണ്ണീരാൽ കഴുകി പാപത്തിന്റെ കടത്തിനവൾ സ്നേഹം മറുവിലയായി നൽകി. നിഴലാണീ മഹിയെന്നറിയാ ഉഴലും ഞാനും നാഥാ നിൻ കഴലിണ കഴുകാൻ അനുതാപ കണ്ണീർ നീ നൽകിയിടണമേ. കരുണാനിധിയാം കർത്താവേ നിൻ ജനതയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീ ഇവരിൽ ചൊരിയണമേ. കരുണക്കടലാം കർത്താവേ സുതരെ കാത്തരുളിയിടണമേ. ചൂഷകരിൽ നിന്നെന്നാളും സത്യം ഞങ്ങൾക്കായുധവും കോട്ടയുമായി തീരട്ടെ. നിൻ സ്തുതി ഞങ്ങൾ പാടട്ടെ. കന്യാംബികതൻ പ്രാർത്ഥനയാൽ ശാന്തി വിതയ്ക്കുക നാഥാനീ. കലുഷിതമാമീ ലോകത്തിൽ ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നും അകറ്റണമേ. ഒരുമയോടമ്മയെ വാഴ്ത്തിടുവാൻ ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും സാക്ഷികളും പ്രാർത്ഥിക്കട്ടെ ഞങ്ങൾക്കായി. അവരുത്തേക സ്വരത്തിൽ നിൻ സ്തുതിഗീതങ്ങൾ പാടിടുവാൻ. ഭാരതഭൂവിൻ ശ്രീഹായാം മാർത്തോമായെ ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥൻ തൻ വയലിൽ പണി ചെയ്ത വികല സമ്മാനം നേടിയ ഭാഗ്യമി എന്നവളെ നിൻ പ്രാർത്ഥന തൻ തുണനിതരാ ഭവനമിതിൽ നിൻ വത്സലരിൽ നിലനിൽക്കാനിടയാകട്ടെ. നിന്തിരുമേയുൾ കൊണ്ടവരെ മൃതരാമരുടെ പാപങ്ങൾ ഓർക്കരുതേ നീ ഒരു നാളും. വിധിനാളിൽ നിൻ കൃപയവരെ രക്ഷിച്ചൻപോടെതിരേൽപ്പിൽ നിരചേരാനിടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മാലാഖമാർ അങ്ങേ സ്തുതിക്കുകയും മനുഷ്യർ അങ്ങേ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങേ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവിനോട് ഞാൻ സ്വരമുയർത്തി നിലവിളിക്കുന്നു. കർത്താവിനോട് ഞാൻ ഉച്ചത്തിൽ യാചിക്കുന്നു.
കർത്താവിനോട് ഞാൻ സ്വരമുയർത്തി നിലവിളിക്കുന്നു, കർത്താവിനോട് ഞാൻ ഉച്ചത്തിൽ യാചിക്കുന്നു. എന്റെ അപരാധി ഞാൻ അവന്റെ മുൻപാകെ ചൊരിയുന്നു, എന്റെ ദുരിതം അവന്റെ മുൻപാകെ ഞാൻ വിവരിക്കുന്നു. ഞാൻ തളരുമ്പോൾ എന്റെ പാത നീ അറിയുന്നു, ഞാൻ നടക്കുന്ന വഴിയിൽ അവരെനിക്ക് കെണിവച്ചിരിക്കുന്നു. ഞാൻ വലത്തോട്ട് നോക്കി കാത്തിരിക്കുന്നു, പക്ഷേ എന്നെ തിരിഞ്ഞു നോക്കുവാൻ ആരുമില്ല. യാതൊരു ആശ്രയവും എനിക്ക് ശേഷിച്ചിട്ടില്ല, ആരും എന്നെ ഗൗനിക്കുന്നുമില്ല. കർത്താവേ, ഞാൻ നിന്നോട് നിലവിളിക്കുന്നു, നീയാണ് എന്റെ അഭയമെന്ന് ഞാൻ പറയുന്നു. നീ തന്നെ അത്രേ ജീവനുള്ള ദേശത്തെ എന്റെ ഓഹരി. എന്റെ നിലവിളി ചെവിക്കൊള്ളണമേ, ഞാൻ അത്യധികം താഴ്ത്തപ്പെട്ടിരിക്കുന്നു. പീഡകരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ, അവരോട് പിടിച്ചു നിൽക്കുവാൻ എനിക്ക് കേൾപ്പില്ല. നിന്റെ തിരുനാമത്തിന് നന്ദി പറയുവാൻ തടവറയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. നീതിമാന്മാർ എന്റെ ചുറ്റും കൂടും, എന്തുകൊണ്ടെന്നാൽ നീ എന്നോട് ഔദാര്യം കാണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അനുതാപത്തിൻ കാലമണഞ്ഞു, പാപത്തിൻ വഴി വിട്ടു ചരിക്കാം. എങ്ങനെ നിൻ കാരുണ്യമിരക്കും വഞ്ചകരാമി പാപികൾ ഞങ്ങൾ. ദൂഷണവാക്കുരിയാടിയ നാവിനി എന്തൊരു ചെയ്യും നിന്ദിനു മുൻപിൽ. പാപസ്ഥിതിയിൽ ദൈവകരത്തിൽ നിബന്ധിച്ചിടുക ഭീകരമല്ലോ. വിധി വന്നണയും മുൻപേ വേഗം വരുവിൻ പാപപ്പൊറുതിയിരക്കാം. തിന്മകളാകെ വെടിഞ്ഞു നമുക്കിൻ അഭയം തേടാം കാരുണ്യത്തിൽ. നമ്മെ മെനഞ്ഞുയിരേകിയ ദൈവം നമ്മിൽ കനിയാനിടയാകട്ടെ. വിധികർത്താവേ, നിന്തിരു രക്തം കൈക്കൊണ്ടവരെ കൈവെടിയരുതേ. പാപത്തിൻ കടബാധ്യതയഖിലം മായ്ക്കണമേ നീ കരുണാമയനേ. നിത്യപിതാവിനും മനുഷ്യൻ സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. സഹോദരരെ, പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം. ലോകത്തിന്റെ അവകാശിയാകുമെന്ന വാഗ്ദാനം അബ്രാഹത്തിനോ അവന്റെ സന്തതിക്കോ ലഭിച്ചത് നിയമത്തിലൂടെയല്ല, വിശ്വാസത്തിന്റെ നീതിയിലൂടെയാണ്. എന്തെന്നാൽ നിയമത്തിൽ നിന്നുള്ളവരാണ് അവകാശികളെങ്കിൽ വിശ്വാസം ശൂന്യമാവുകയും വാഗ്ദാനം നിഷ്ഫലമാവുകയും ചെയ്യുന്നു. എന്നാൽ നിയമം ക്രോധമുളവാക്കുന്നു. നിയമമില്ലാത്തിടത്ത് ലംഘനവുമില്ല. അതിനാൽ അത് വിശ്വാസത്താലാണ്. അത് കൃപയ്ക്കനുസൃതം വാഗ്ദാനം എല്ലാ സന്തതിക്കും നിയമത്തിൽ നിന്നുള്ളതിന് മാത്രമല്ല, അബ്രാഹത്തിന്റെ വിശ്വാസത്തിൽ നിന്നുള്ളതിനും ഉറപ്പാക്കാനാണ്. അവൻ നാം എല്ലാവരുടെയും പിതാവാണ്. ഞാൻ നിന്നെ അനേകം ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നുവെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും അസ്തിത്വമില്ലാത്തവർക്ക് അസ്തിത്വം നൽകുന്നവനുമായ ദൈവത്തിന്റെ മുൻപിലാണ് അവൻ വിശ്വാസം അർപ്പിച്ചത്. പ്രത്യാശയ്ക്കപ്പുറം പ്രത്യാശയോടെ നിന്റെ സന്തതി പ്രകാരമായിരിക്കുമെന്ന അരുളപ്പാടനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് അവൻ വിശ്വസിച്ചു. തന്റെ ശരീരം 100 വയസ്സുള്ളതാണെന്നും മൃതപ്രായമാണെന്നും സാറായുടെ ഗർഭപാത്രം നിർജീവമാണെന്നും അറിയാമായിരുന്നിട്ടും അവന്റെ വിശ്വാസം ദുർബലമായില്ല. ദൈവത്തിന്റെ വാഗ്ദാനം അവൻ സംശയിച്ചില്ല. മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവന്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടത്. അവന് പരിഗണിക്കപ്പെട്ടു എന്നെഴുതിയിരിക്കുന്നത് അവനെ സംബന്ധിച്ചു മാത്രമല്ല, നമ്മെ സംബന്ധിച്ചു കൂടിയാണ്. നമ്മുടെ കർത്താവായ ഈശോയെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും അത് പരിഗണിക്കപ്പെടും. അവൻ നമ്മുടെ അപരാധങ്ങളെ പ്രതി ഏൽപ്പിക്കപ്പെടുകയും
നമ്മുടെ നീതിക്കായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും പശ്ചാത്താപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളിൽ കനിയണമേ. വിനീതനും മനസ്തപിക്കുന്ന ഹൃദയമുള്ളവനും എന്റെ വചനം കേട്ട് ഭയപ്പെടുന്നവനുമായ മനുഷ്യനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത് എന്നരുളി ചെയ്ത കർത്താവേ ഞങ്ങളിൽ കനിയണമേ. ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ച് ഞങ്ങൾ തന്നെ വരുത്തി വെച്ചവിനെയാൽ ഞങ്ങൾ കഷ്ടപ്പെടുന്നതിനാൽ ഞങ്ങളിൽ കനിയണമേ. ദീർഘനാൾ പാപത്തിലായിരുന്ന ഞങ്ങളുടെ ദൗർഭാഗ്യമോർത്ത് ഞങ്ങളിൽ കനിയണമേ. ദുഷ്ടത ഞങ്ങളെ ശിക്ഷിക്കുമെന്നും വിശ്വാസഭ്രംശം കുറ്റം വിധിക്കുമെന്നും കർത്താവിനെ ഉപേക്ഷിക്കുന്നത് തിന്മയും തിക്തതയുമാണെന്നും പഠിപ്പിച്ച കർത്താവേ ഞങ്ങളിൽ കനിയണമേ. പാപിനിയായിരുന്നുവെങ്കിലും മനസ്തപിച്ച് കണ്ണുനീര് കൊണ്ട് നിന്റെ പാദങ്ങൾ കഴുകിയ മറിയത്തോടെന്ന പോലെ ഞങ്ങളിൽ കനിയണമേ. പത്രോസിന്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലുദക്ഷിണും പിതാവുമായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും എല്ലാ വൈദിക മേലുദക്ഷന്മാർക്കു വേണ്ടിയും അവരുടെ സഹശുശ്രൂഷകർക്കു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനുഗ്രഹ സമ്പന്നനും കരുണാവാർത്തിയുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, നിന്റെ വിലയേറെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയ്ക്ക് സമാധാനം നൽകുകയും നിന്റെ മഹത്വപൂർണമായ ആഗമനത്തിൽ ഞങ്ങളെ നീതിമാന്മാരോടൊത്ത് നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങേ തൃക്കരങ്ങൾ നീട്ടി മക്കളായി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.